ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹറിൻ സെൻറ്റ് കൂറിലോസ് പ്രാർത്ഥന കൂട്ടായ്മ അംഗങ്ങളെ, കർത്താവിൻ വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. പരിശുദ്ധ വലിയ നോമ്പാകുന്ന തീർത്ഥയാത്രയുടെ പകുതിയിലധികം ദൂരം നമ്മൾ യാത്ര ചെയ്ത് ആ തമ്പുരാൻ്റെ കാൽവറി ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുകയാണല്ലോ. പർദീസായിൽ വെച്ച് നഷ്ടമായ ദൈവ മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കുവാൻ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച തൻ്റെ സ്നേഹമായ പുത്രൻ കടന്നുപോയ സഹന വഴികളിലൂടെ ക്രൈസ്തവ സമൂഹം ധ്യാനപൂർവം നീങ്ങുന്ന ഈ പുണ്യകാലത്തിൽ നമ്മുടെ നോമ്പാചരണം എങ്ങനെയുള്ളതാകണമെന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. നോമ്പ് സമം സ്നേഹം എന്നുള്ളതാണല്ലോ. നോമ്പിലൂടെ ക്രിസ്തുവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാരണം അനുരഞ്ജനത്തിലൂടെ കാനാവിലെ കല്യാണ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച നോമ്പാകുന്ന തീർത്ഥയാത്ര എത്തിച്ചേരുന്നത് നമുക്കായി യാഗമായി തീർന്ന ക്രിസ്തുനാഥൻ്റെ കാൽവറിയിലേക്കാണ്. അവിടെ നാം ദർശിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ്. ആ കാൽവറിയിലേക്ക് എത്തണമെങ്കിൽ നോമ്പിൻ്റെ വിശുദ്ധിയിലൂടെയും രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെയും നമ്മിലെ കുഷ്ഠങ്ങളെ ഒക്കെ നീക്കി തളർച്ചകളെ ഇല്ലാതാക്കി പൂർണ്ണ വിശ്വാസത്തോടെ കൂനിനെ മാറ്റി നിവർന്നു നിന്ന് പൂർണ്ണ കാഴ്ചയിലൂടെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേർന്ന് കാൽവറിയിലെ സ്നേഹം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട പ്രകാശത്തിൻ്റെ വസ്ത്രം കാൽവറിയിൽ നിന്ന് തിരികെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉയർപ്പിനുള്ളിലെ ക്രൂശിതനെ തിരിച്ചറിയുവാനും ആ ക്രൂശിതൻ്റെ ഉള്ളിലെ എന്നെയും നിന്നെയും തിരിച്ചറിയുവാനുള്ള ദിനങ്ങൾ കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ നോമ്പിൻ്റെ വലിയൊരു പാഠം ഇത് തന്നെയാണ്, ഹൃദയ വിശുദ്ധിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40-41 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകുക. ഒരു എക്സ്ട്രാ മൈൽ യാത്ര. അതാണ് ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. നോമ്പിലൂടെ നമ്മിൽ നിന്നും വരേണ്ടതും ഉയരേണ്ടതും ഇപ്രകാരമുള്ള ഹൃദയവിശുദ്ധിയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം പറയുന്നത് പോലെ, വിശപ്പുള്ളവന് നിന്റെ അപ്പം കൊടുക്കുന്നതും സാധുക്കളോട് കരുണ കാണിക്കുന്നതും നഗ്നനെ കണ്ടാൽ വസ്ത്രം നൽകുന്നതും നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നതുമായ ആ വലിയ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണമെന്നും ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ദൂരം എത്രയാണ് അത് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഈ നോമ്പും ഉപവാസവും കുമ്പിടിയിലും നമുക്ക് നൽകുന്നത് ക്രിസ്തുവിനോളം അടുത്ത് നിൽക്കുവാനാണ്, അല്ലെങ്കിൽ ദൂരം കുറയ്ക്കുവാനാണ്. യേശു തമ്പുരാനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്ന പത്രോസിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. പത്രോസ് യേശു തമ്പുരാനെ 3 പ്രാവശ്യം തള്ളിപ്പറയുവാനായി ശ്രമിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ ക്രിസ്തു നൽകുന്ന അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ പത്രോസ്ലീഹ ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുവെങ്കിൽ ക്രിസ്തു സ്നേഹം നൽകി പത്രോസ്ലീഹായും ക്രിസ്തുവും തമ്മിലുള്ള ദൂരം കുറയ്ക്കുകയാണ് സ്നേഹം നൽകി.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ദൂരം കുറയ്ക്കുവാനാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ നോമ്പ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടാനുഭവത്തിലൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, ആ ഉയർപ്പിലേക്ക് നമ്മൾ ആഗതരാകുമ്പോൾ, ആ ദൈവത്തെ കാണുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ നോമ്പ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.